പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ നാം കാണുന്ന കാഴ്ച ഈ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി തന്നെ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്നതാണ്. അത് ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും അവർക്ക് വേണ്ടി നിരന്തരം അവർ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ വിമർശനം ഉണ്ടായാലൊന്നും കാര്യമായി എടുക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകും UDFന് വേണ്ടി മത്സരിക്കാനല്ലേ? തീർച്ചയായിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമാകും. വളരെ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികൾ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കോൺഗ്രസ് അത് ഉണ്ടാക്കി കൊടുക്കും. വളരെ കൃത്യമാണ്. പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയത്തിന് പിന്നാലെ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്ന SDP ആണ്. അതെ, കോൺഗ്രസിന് അണികളില്ല, നേതാക്കൾ മാത്രമേ ഉള്ളൂ. അണികൾ മുഴുവനും ഈ പറഞ്ഞതുപോലെ SDP-യിലും വെൽഫെയർ പാർട്ടിയിലും മുസ്ലിം ലീഗിലും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാമല്ലോ, ഈ ഒരു ചർച്ചയ്ക്കിടയിൽ, ചാനൽ ചർച്ചയ്ക്കിടയിൽ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയാണ്. ആ ചർച്ചയ്ക്കിടയിൽ BJP-യുടെ വക്താവ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പരസ്യമായിട്ടല്ലേ കോൺഗ്രസിനെ വാരി നിലത്തടിച്ചത്. അതായത് ഈ ബൂത്തുകളിൽ, നമ്മുടെ ഈ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തുകളിൽ ഇരിക്കാൻ കോൺഗ്രസിന് ഏജന്റുമാരില്ല, ഔട്ട് ഏജന്റുമാരില്ല. ഈ പറഞ്ഞതുപോലെ ബൂത്ത് തലത്തിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ താഴെത്തട്ടിൽ പോയി വോട്ടുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി സ്ലിപ്പ് കൊടുക്കാനൊക്കെ കോൺഗ്രസിന് പ്രവർത്തകരില്ല, അണികളില്ല. അത് ചെയ്യുന്നത് മുഴുവനും അവരുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ അതൊക്കെ ചെയ്യുന്നത് മുസ്ലിം ലീഗുകാരാണ്. അവർ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് അവരുടെ അണികളെ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവരെ വിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. വാസ്തവത്തിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചയിലാണ് മലബാറിൽ കോൺഗ്രസ് നിലനിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മധ്യ കേരളത്തിൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും പോയതോടുകൂടി അത് വലിയ അടിയായി. തെക്കൻ കേരളത്തിലെ കഥ നമ്മൾ പറയണ്ട. തിരുവനന്തപുരം ജില്ലയിൽ മരുന്നിന് പോലും കോൺഗ്രസ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു MLA പോലും, ആകെയുള്ളത് ഒരു MLA ആണ്. തിരുവനന്തപുരത്ത് 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരു MLA ആണ് കോൺഗ്രസിന് ആകെ ഉള്ളത്. നോക്കൂ, നമ്മൾ കൊല്ലം ജില്ല എടുത്താൽ അവിടെയും സ്ഥിതി വലിയ വ്യത്യാസമൊന്നുമില്ല. കരുനാഗപ്പള്ളിയിൽ ഒരു MLA ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഏത് പാർട്ടിയിൽ, ഏത് മുന്നണിയിൽപ്പെട്ടവരാണ്? ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വട്ടപൂജ്യമാണെന്നാണ് തോന്നുന്നത്. ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയിൽ. അപ്പോൾ ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിച്ചു. കുറേ നേതാക്കൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ജയിച്ച MLA-മാരാകുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ വ്യക്തിപരമായ പ്രഭാവം കൊണ്ടും പിന്നെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ജോസഫ്, അങ്ങനെ തുടങ്ങിയ ആൾക്കാരുടെ അല്ലെങ്കിൽ തുടങ്ങിയ പാർട്ടികളുടെ ഇടപെടലും കൊണ്ടാണ്. മലബാറിൽ നമുക്കറിയാം, ഈ തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കും SDP-ക്കും ഒക്കെ സ്വാധീനം വളരെ കുറവാണ്. പക്ഷെ മലബാറിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കോൺഗ്രസ് നിലനിൽക്കുന്നത് തന്നെ SDP-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ തോളിൽ ചവിട്ടിയാണ്. അല്ലാതെ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല അവിടെ. ഈ പറയുന്നത് പോലെ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ അണികളില്ലാത്ത നേതാക്കൾ മാത്രമുള്ള ഒരു പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു. പിന്നെ എന്തിനാണ് കോൺഗ്രസ് മടിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് പരസ്യമായ ബാന്ധവത്തിലല്ലേ അവരിപ്പോൾ പോയത്? നമ്മളത് നിലമ്പൂർ കണ്ടതല്ലേ. നിലമ്പൂരിലും ഏറ്റവും കൂടുതൽ UDF. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം കോൺഗ്രസിന് അനുകൂലമായി മാറിയിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം ഒരിക്കലും കോൺഗ്രസിനെന്നല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ അനുകൂലമല്ല. വളരെ കൃത്യമായിട്ട് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. വളരെ വ്യക്തമാണ്. മൗലാന മൗദൂദിയുടെ ആശയത്തെ അവർ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ചോദ്യം കൃത്യം. അവർ ഒരു കാലത്തും മൗദൂദിയെ തള്ളിപ്പറയില്ല. മൗദൂദിയെ തള്ളിപ്പറയാൻ അവർക്ക് സാധിക്കില്ല. മൗദൂദി മുന്നോട്ട് വെച്ച ഇസ്ലാമിക രാഷ്ട്രം എന്ന ആശയത്തെ എന്താ പറയുക, വഴിയിൽ കളഞ്ഞുകൊണ്ട്
അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദർശമില്ലാത്ത, പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാത്ത, ആശയപരമായ പോരാട്ടം നടത്താത്ത ഒരു സംഘടനയ്ക്ക്, ഒരു പാർട്ടിക്ക് നിലനിൽപ്പില്ല. അതാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞ ആശയം, ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രം, ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക ഭരണം എന്നുള്ള ആ ശരീഅത്ത് അനുസരിച്ചുള്ള ഭരണം എന്ന ആ ഒരു പ്രത്യയശാസ്ത്രം, ആ അടിത്തറ, അതിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമി അല്ല. അഗ്നിക്ക് ചൂട് നഷ്ടപ്പെട്ട പിന്നെ അതിനെ അഗ്നി എന്ന് പറയാൻ പറ്റൂ. അതുപോലെ ജലത്തിന് തണുപ്പ്, കുളിർമ നഷ്ടപ്പെട്ട പിന്നെ അതിനെ ജലമെന്ന് പറയാൻ കഴിയുമോ? അതുപോലെയാണ് ഇപ്പോൾ കോൺഗ്രസ്. വാസ്തവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അവർക്ക് അന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു. വലിയ ആശയപരമായ അടിത്തറ കോൺഗ്രസിൻ്റെത് ബലവത്തായിരുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷെ അന്ന് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താ? ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് ഇന്ത്യയെ, ഭാരതത്തെ സ്വതന്ത്രമാക്കുക. അതിനവർ പരിശ്രമിച്ചു. കുറേ നേതാക്കൾ അതിനകത്ത് വന്നുകൂടി. അത് ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യവും സംസ്കാരവും ഒക്കെ വെച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു. ആ പ്രവർത്തനം ഏതാണ്ടൊക്കെ വിജയിച്ചു. അവരുടെ മാത്രം കഴിവുകൊണ്ടല്ല, മറ്റു പല ഘടകങ്ങളുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, അതുപോലെ തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വേറെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗത് സിംഗിനെയൊക്കെ പോലെയുള്ളവർ രൂപം കൊടുത്ത പാർട്ടികളും സംഘടനകളും ഉണ്ട്. അങ്ങനെയുള്ളവരുടെ ശ്രമഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് നാവികപ്പടയ്ക്കുള്ളിൽ കലാപം തുടങ്ങി. ആ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണമായിട്ടും സാധിച്ചില്ല. ആ കലാപം വലിയ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് പുറത്തേക്ക് വന്നില്ലെന്നേ ഉള്ളൂ. അതിനെ ചരിത്രത്തിൽ തമസ്കരിക്കാൻ ബ്രിട്ടീഷുകാർ വലിയ പരിശ്രമം നടത്തി. അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ പാപ്പരായി. പിന്നെ ഉള്ളതെല്ലാം കൊണ്ട് എങ്ങനെയെങ്കിലും സ്വന്തം നാട് പിടിക്കുക. അതുകൊണ്ട് അവർ ഇന്ത്യ മഹാരാജ്യത്തെ ഉപേക്ഷിച്ചു പോയി. കോൺഗ്രസിൻ്റെ നേട്ടം അവിടെയാണ്. ഗതികെട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടു. അത് ഞങ്ങളുടെ മിടുക്കാണേ എന്ന് ഉറക്കെ വിളിച്ചു പറയാനും, നീണ്ടകാലം ഭരണത്തിലിരുന്ന് ചരിത്രത്തിൽ അതിൻ്റെ അടയാളങ്ങൾ, ഈ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യത്തിൻ്റെ, സത്യത്തിൻ്റെ, വസ്തുതകളുടെ അടയാളങ്ങളെ ഇല്ലാതാക്കാനും കോൺഗ്രസ്സിന് സാധിച്ചു. ആ കോൺഗ്രസ് ആശയപരമായോ പ്രത്യയശാസ്ത്രപരമായോ സംഘടനാപരമായോ ഒന്നും ഒരു മികച്ച പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരാൾക്കൂട്ടം. അതേപോലെ ജമാഅത്ത് ഇസ്ലാമി ഭാവിയിൽ ഇത് ഉപേക്ഷിച്ചാൽ, അവരുടെ ആശയ അടിത്തറ ഉപേക്ഷിച്ചാൽ ആയിത്തീരും. അതിനവർ ഒരിക്കലും തയ്യാറല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടരെയാണ്, ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൂട്ടരെയാണ് കോൺഗ്രസ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്, കൂട്ടുകൂടിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ഇനി ഇതിലൊക്കെയാണ്. ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നെങ്കിലും അവർ ന്യൂനപക്ഷമല്ല. ഒരു പ്രത്യേക സമുദായ മത വിഭാഗ കൂട്ടുകെട്ടിന്റെ ഫലമായി ഇത്തരം നീക്കങ്ങളുമായി പോയാൽ ജമാഅത്തെ ഇസ്ലാമിയും ന്യൂനപക്ഷവും മാത്രമല്ലല്ലോ കേരളത്തിലുള്ളത്. ബാക്കി ഒരു 60-70% ജനങ്ങളുമുണ്ട്. അത് വീണ്ടും ഒരു മൂന്നാം പിണറായി സർക്കാരിലേക്ക് നയിക്കുമോ? അത് ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് നമുക്കത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. കാരണം ഈ പറഞ്ഞതൊന്നും വലിയ ചർച്ചയാകുന്നില്ല കേരളത്തിൽ. ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടും. കാരണം ഒരു സീറ്റ് നൽകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. സീറ്റ് നൽകുന്ന രീതിയിലേക്ക് മാറി അത് പരസ്യമായിട്ട് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ അവർ പറഞ്ഞത് എന്താ? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ധാരണയാണ്, അവരുടെ വോട്ട്, അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ എന്തിനാ വേണ്ടെന്ന് പറയണത്? കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് അതായിരുന്നു. വളരെ ബുദ്ധിപൂർവ്വം അവിടെ ഒരു നിലപാടെടുത്തു. പരസ്യമായിട്ട് നിലപാട് മലബാറിൽ വില പോകും, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ അത് തിരിച്ചടിക്കും. അതവിടെ നിൽക്കട്ടെ. ഈ തിരിച്ചടിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പിണറായി വിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. അത് തെക്കൻ ജില്ലകളിൽ ശക്തമാണ്. അവിടെ അതും കൂടി നമ്മൾ ഈ വരികൾക്കിടയിൽ വായിക്കണം. ഇപ്പോൾ കോൺഗ്രസ് തൽക്കാലം മലബാറിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും ഒക്കെ പിന്തുണ തരാതരം പോലെ വാങ്ങും. അവർ തെക്കൻ ജില്ലകളിലെ ജനങ്ങളുടെ, വോട്ടർമാരുടെ കണ്ണിൽ എങ്ങനെയൊക്കെ പൊടിയിട്ട് ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അവർ സീറ്റുകൾ നേടും എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അപ്പോൾ അതിനവർ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കും.
അതുകൊണ്ട് നമുക്ക് പരിപൂർണമായിട്ടും കോൺഗ്രസിന് കനത്ത തിരിച്ചടി കിട്ടും എന്ന് കരുതാൻ പറ്റില്ല. പക്ഷേ പറഞ്ഞതുപോലെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനെ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും മുസ്ലിം ലീഗും കൂടെ അങ്ങ് വിഴുങ്ങും. അപ്പോൾ ഭാവിയിൽ കോൺഗ്രസ് ഇല്ലാതാകും, പകരം അതൊരു മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും SDPIയും ഒക്കെ ആയിട്ട് അതങ്ങ് മാറും. അങ്ങനെ കോൺഗ്രസ് പതുക്കെ പതുക്കെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് 1, 2, 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത്. അതിന് ബദലായിട്ട് ഇവിടെ BJP ഉയർന്നു വരുമോ അതോ CPM തന്നെ നിലനിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു. BJP ഒരു കരുത്തുറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഈ പറഞ്ഞ ഒരു ഇസ്ലാമിക രാഷ്ട്രീയത്തിന് ബദലായിട്ട്, മുസ്ലിം രാഷ്ട്രീയത്തിന് ബദലായിട്ട് BJP ഉയർന്നു വരുമോ അതോ ഇതിനെ സമർത്ഥമായിട്ട് എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷം ഒരു ഈ മുസ്ലിം ബദൽ രാഷ്ട്രീയവുമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് കാലം കൊണ്ടേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോൺഗ്രസ് വേണ്ടി വന്നാൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചേക്കും. മുസ്ലിം വോട്ടാണ് ഇവിടെ നിർണായകം. ഈ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കുക, ഒപ്പം ഈ തെക്കൻ ജില്ലകളിൽ നിന്ന് തങ്ങൾക്ക് കഴിയുന്ന, കാരണം ചില മണ്ഡലങ്ങളിലെങ്കിൽ അവർക്ക് സ്വാധീനമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കോവളം, തിരുവനന്തപുരം ജില്ലയിലെ കോവളം മണ്ഡലത്തിൽ വിൻസെൻ്റ് എന്ന MLAക്ക് വ്യക്തിപരമായ ഒരു മേൽക്കോയ്മയുണ്ട്, സ്വാധീനമുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ജയിക്കാനൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ജയിക്കും. അതുപോലെ ഇപ്പോൾ കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, കരുനാഗപ്പള്ളിയിൽ പിന്നെ നമ്മുടെ മഹേഷ്, അങ്ങനെ ആലപ്പുഴയിൽ ചില സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ കോട്ടയത്ത്, എറണാകുളത്ത്, ഇടുക്കിയിൽ ഒക്കെ അവർ കുറച്ച് സീറ്റുകളിലെങ്കിലും ജയിക്കും. അത് വെച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ജയപരാജയങ്ങൾ ഈ അടിസ്ഥാനത്തിലായിരിക്കും നിർണ്ണയിക്കപ്പെടുന്നത്. കോൺഗ്രസ് ഭരണത്തിലെത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം ഈ പറഞ്ഞ തെക്കൻ മധ്യ കേരളത്തിലെ അവർ നേടുന്ന സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ. മലബാറിൽ അവർക്ക് കൃത്യമായിട്ടും മേൽക്കോയ്മ ഉണ്ടാകും. അത് ലീഗിൻ്റെ സംഭാവനയാണ്, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ സംഭാവനയാണ്, അത് SDPIയുടെ സംഭാവനയാണ്, കോൺഗ്രസിൻ്റേതല്ല. കേരള രാഷ്ട്രീയം ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ഈ നേരത്തെ ഇടതു വലത് മുന്നണികളായിട്ടാണ് നിലനിന്നിരുന്നതെങ്കിൽ ഇനി കേരള രാഷ്ട്രീയം തുടരാൻ പോകുന്നത് ഒരു വശത്ത് മുസ്ലിം രാഷ്ട്രീയവും ഒരു വശത്ത് മുസ്ലിം ബദൽ രാഷ്ട്രീയവും ആയിട്ടായിരിക്കും. അത് ആ മുസ്ലിം ബദൽ രാഷ്ട്രീയത്തെ ആര് നയിക്കും, ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്നതെന്ന് നമുക്ക് ഭാവിയിലേ കണ്ടറിയാൻ സാധിക്കുള്ളൂ. അത് BJP ആണോ അതോ ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷം തന്നെ ആയിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഭാവിയിലേ കണ്ടറിയാൻ പറ്റുള്ളൂ. ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു വിള്ളൽ വരുത്തി അതിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ CPM നടത്തുന്ന ശ്രമങ്ങൾ ഭാവിയിൽ CPMന് തന്നെ തിരിച്ചടിയാകുമോ, അത് CPMനെ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനെ എങ്ങനെയാണോ മുസ്ലിം രാഷ്ട്രീയം വിഴുങ്ങിയിരിക്കുന്നത് അതുപോലെ CPMനെയും അവർ വിഴുങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഉയരുന്നത്. അത് കേരളത്തിലെ ഇന്നത്തെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഈ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഈ നീക്കുപോക്കുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.